ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതായത് സൈബർ അക്കൗണ്ട് ഫ്രീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വക്കേറ്റിന് വേണമെങ്കിൽ അതുപോലെ തന്നെ അൺഫ്രീസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡെയിലി ഇതുപോലെ തന്നെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് എന്താ ചെയ്യുക, ഞാൻ ഗെയിം കളിച്ചിട്ട് അക്കൗണ്ട് ഫ്രീസ് ആയി എന്താ ചെയ്യാന്നൊക്കെ വെച്ചിട്ട് ഇത് ഇനി വേറെ അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ, നമ്മുടെ ഇത് പാസ്പോർട്ടിനെ ബാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് വന്നു കഴിഞ്ഞാൽ ഫ്രം സൈബർ പോലീസ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ടിന് ഇഷ്യൂ ഉണ്ടാവുമോ, നിങ്ങൾ അബ്രോഡ് പോകുന്നതിന് പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് വരുമോ, FIR കേസ് വരുമോ, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതുപോലെ ഇല്ലീഗൽ മണി അല്ലെങ്കിൽ ആരെങ്കിലും എവിടെ നിന്നൊക്കെ അതുപോലെ തന്നെ ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഫ്രീസ് വരാട്ടോ. അപ്പം തന്നെ വരണമെന്നില്ല, അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഫോളോ ചെയ്ത് വെക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കളിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കാനും മറക്കണ്ട, genji.banksupport.in. നിങ്ങൾക്ക് അത് കൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതുപോലെ തന്നെ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ട് ഫ്രീസ്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലീൻ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, നോർമലി ലീൻ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇല്ലീഗൽ മണി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ആ ക്യാഷിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് ലീൻ എന്ന് വരിക. അതായത് ആ ക്യാഷ് അവിടെ ഹോൾഡായിട്ട് വെക്കും. ചിലപ്പോൾ നിങ്ങളുടെ മൈനസ് ബാലൻസ് കാണിക്കും. ഇപ്പോൾ നിങ്ങളതിൽ ചിലപ്പോൾ 4000 രൂപയാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ലീൻ ആയി കഴിഞ്ഞാൽ -4000 എന്ന് പറഞ്ഞിട്ടായിരിക്കും ബാലൻസ് കാണിക്കുക. അതായത് ആ 4000 രൂപ അവർ പിടിച്ചു വെച്ചൊക്കെയാണ്. അപ്പോൾ അത് ഇനി ആ കേസ് കഴിഞ്ഞാൽ മാത്രമേ അതവർ എന്താ പറയുക വിഡ്രോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ എടുക്കും. നിങ്ങളിപ്പോൾ എക്സ്ട്രാ 4000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ബാലൻസ് കാണിക്കുന്നത് സീറോ ആവുന്നു അല്ലാണ്ട്, പക്ഷേ ആ ലീൻ എമൗണ്ട് അവിടെ നിന്ന് മാറില്ല കേട്ടോ. അത് ആ കേസ് അന്നെങ്കിൽ ആ കേസ് കൊടുത്ത ആളത് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ആ കേസ് കഴിഞ്ഞാൽ മാത്രമാണ് ആ ലീൻ വന്നേക്കുന്നത് മാറുള്ളൂ. അതേപോലെ തന്നെയാണ് ഫ്രീസിങ്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ പേരിൽ അക്കൗണ്ടിലേക്ക് ഫ്രീസ് വരുന്നുണ്ട്. അതായത് ഫുൾ അക്കൗണ്ട് ഫ്രീസ് ആവും, നമുക്ക് ഡെബിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ക്രെഡിറ്റ് വരും, പക്ഷേ ഡെബിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ അക്കൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക സാലറി വരുന്നത്, അല്ലെങ്കിൽ സാലറി വരുന്നത് ഓക്കെ, നിങ്ങൾക്ക് EMIs ഒക്കെ ഉണ്ട്, ഹോം ലോൺസ് ഉണ്ട്, കാർ ലോൺ ഉണ്ടെങ്കിൽ, പക്ഷേ ഡെബിറ്റ് ആവില്ല, ഡെബിറ്റ് ഫ്രീസ് ആണ്. അപ്പോൾ അവിടെ പണി കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറേ ക്യാഷ് എടുക്കുന്നുണ്ട്, എന്നിട്ട് ഡെബിറ്റ് ഫ്രീസായി. അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാഷ് ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നാലാണ് പ്രശ്നം. പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി വേറെ അക്കൗണ്ട് എടുക്കാൻ പറ്റാകുകയില്ല. നിങ്ങൾക്ക് ഈ കേസ് വരുന്നത് നിങ്ങളുടെ ആ ബാങ്ക് അക്കൗണ്ടിനെതിരാണ്. നിങ്ങൾക്ക് പാൻ കാർഡിനെതിരോ ആധാർ കാർഡിനെതിരെ അല്ല. പാൻ കാർഡിന് വന്നതാണ്, പിന്നെ നിങ്ങൾക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ കാർഡുമേയും ആധാർ കാർഡുമേയൊന്നും വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അബ്രോഡ് പോകുന്നതിനൊന്നും ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് നോട്ടീസും കാര്യങ്ങളൊക്കെ വരാം. ചിലപ്പോൾ ഹാജരാകാനൊക്കെ പറഞ്ഞൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ വരാം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നോർമലി 2-3 വട്ടമൊക്കെ ഒരു ഇതുപോലെ അയക്കും, ഇൻറ്റിമേഷൻസും കാര്യങ്ങളൊക്കെ അയക്കും. അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ FIR രജിസ്റ്റർ ചെയ്യും, അതായത് കേസ് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പാസ്പോർട്ട് എടുക്കലും അതുപോലെ തന്നെ അബ്രോഡ് പോലെയൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും എന്താ പറയുക നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, വായിച്ചു നോക്കുക. എസ്പെഷ്യലി പോലീസിന് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ കുഴപ്പമില്ല, അതവർ വെറുതെ അറിയിക്കുന്നതാണ്. പക്ഷേ പോലീസിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോയെന്ന് നോക്കാൻ മറക്കരുത്. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇന്ന ഡേറ്റിൽ ഹാജരാവാനൊക്കെ പറയും അവർ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് നോർമലി ഇതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ വേറെ അക്കൗണ്ട് എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിനും പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അബ്രോഡ് പോകുന്നതിനും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പിന്നാലെ നേരത്തെ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ വന്ന പ്രശ്നമാവാട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.